Good morning. Today we are going to see the performance appraisal process. Clear? So certain standards or certain criteria must be fixed in advance, and the employee should also have the knowledge to use or to evaluate them. കാരണം എംപ്ലോയിയും കൂടി അറിയണം ഏത് രീതിയിലാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണത്. അൺലെസ് ദിസ് പ്രോസസ് പ്രോപ്പർ പ്രോസസ് ഇസ് നോട്ട് യൂസ്ഡ്, ഇറ്റ് ഡസൻറ്റ് ഗിവ് ഗുഡ് റിസൾട്ട്. പ്രോപ്പറായിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന performance appraisal cha, this is not going to give good results to you. And the first one is establishment of standards. So employees have to be rated against the standards. So there must be some base. നമുക്ക് അറിയണം നമ്മൾ എന്ത് റേറ്റ് ചെയ്യുമ്പോഴും ഗുഡ്, ആവറേജ്, ബാഡ്, വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് ആവറേജ്, വാട്ട് ഈസ് ബാഡ്, ക്വാണ്ടിറ്റേറ്റീവ്ലിയും ക്വാളിറ്റേറ്റീവ്ലിയും നമ്മൾ അറിയാൻ ശ്രമിക്കണം. വർക്കേഴ്സിൻ്റെ കേസിലാച്ചാൽ അവരുടെ പ്രൊഡക്ഷൻ്റെ ക്വാണ്ടിറ്റിയും അറിയണം, ക്വാളിറ്റിയും അറിയണം, അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അറിയണം, ലൈക്ക് ലീഡർഷിപ്പ്, ഇനീഷ്യേറ്റീവ് എക്സെട്ര. സോ പിന്നെ ഓഫീസ് സ്റ്റാഫ് ആണെങ്കിൽ അവർ എത്രത്തോളം ടൈം ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ക്ലിയർ ചെയ്യുന്ന ഫയൽസ് ഏതൊക്കെയാണ്, ഓൾ ദിസ് ഇസ് നീഡഡ്. സോ എല്ലാവർക്കും ഒരേപോലത്തെ പെർഫോമൻസ് അപ്രൈസൽ യാർഡ് സ്റ്റിക്സ് വെക്കാൻ പറ്റില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ജോബ്, ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് ആർ ദേ ഡൂയിങ്, ദേ വിൽ ഹാവ് ടു ഫിക്സ് എ സ്റ്റാൻഡേർഡ്, ആൻഡ് ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്. ആൻഡ് സെക്കൻഡ് ഇസ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ് ടു ദ എംപ്ലോയീസ്. ദ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഒരു ദിവസം ചെന്ന് ഇവാലുവേറ്റ് ചെയ്യല്ല ചെയ്യുക, നിങ്ങളെ പഠിപ്പിച്ച് ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് എന്നിട്ട് എക്സാം നടത്തുന്ന പോലെ തന്നെയാണ്. ദ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തത് നമ്മൾ ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ എംപ്ലോയീസ്, ബിക്കോസ് ദ എംപ്ലോയീസ് മസ്റ്റ് നോ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം ദം, അല്ലേ? കാരണം എംപ്ലോയീസ് ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ്സ് അവർക്ക് അറിയില്ല വെച്ചാൽ എംപ്ലോയീസിൻ്റെ ഉള്ളിൽ ദേ വിൽ ഹാവ് ഓൺലി ഗെസ് വർക്ക്. സോ സ്റ്റാൻഡേർഡ്സ് അവർ അറിഞ്ഞാൽ മാത്രമേ അവരുടെ പെർഫോമൻസ് ഒന്നുകിൽ അതിനോട് ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലെത്താനോ അവർ ശ്രമിക്കുള്ളൂ. ക്ലിയർ? അപ്പോൾ അഡ്വേഴ്സ് റിസൾട്ട് വന്നാൽ പോലും വിഷമം തോന്നില്ല, കാരണം ഞാൻ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാത്തതുകൊണ്ടല്ലേ എന്നുള്ളൊരു വിചാരം. സോ proper communication must be there to the employees with regard to the standards. And next is measuring the actual performance. And the next step in evaluation process is to measure actual performance of employees. This performance may be measured through, it can be through personal observation, statistical reports, oral reports, written reports, etc. Employees in the actual performance മെഷർ ചെയ്യാണ് ചെയ്യണത്. ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം, അവരെ പേഴ്സണലി ഒബ്സർവ് ചെയ്തിട്ടാവാം, അവരുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സിനനുസരിച്ചിട്ടാവാം, അവരോട് സംസാരിച്ചതിന് ശേഷം ആവാം. ഇറ്റ് ക്യാൻ ബി റിട്ടേൺ റിപ്പോർട്ട്സ് ഗിവൺ ബൈ എ സുപ്പീരിയർ ഓഫീസർ, എനിത്തിങ് ക്യാൻ ബി ഡൺ. ആൻഡ് നെക്സ്റ്റ് ഇസ് കമ്പയറിംഗ് ദ ആക്ച്വൽ വിത്ത് ദ സ്റ്റാൻഡേർഡ്. ഇറ്റ് ഇസ് ലൈക്ക് എ കൺട്രോളിംഗ് പ്രോസസ്. കൺട്രോളിംഗ് പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഏകദേശം ആ ഒരു സ്റ്റെപ്സ് തന്നെയാണ്. കമ്പയറിംഗ് ആക്ച്വൽ വിത്ത് ദ സ്റ്റാൻഡേർഡ്. ദ ആക്ച്വൽ പ്രോസസ് ഇസ് കമ്പയർഡ് ടു ദ സ്റ്റാൻഡേർഡ്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് രണ്ട് രീതിയിലാണ് ഡീവിയേഷൻസ് ഉണ്ടാവും. ഡീവിയേഷൻസ് നോട്ട് ചെയ്യും ആൻഡ് ഇവാലുവേറ്റ് ചെയ്യും. അവർക്ക് ഗ്രോത്തിനും അഡ്വാൻസ്മെൻറ്റിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ നോക്കും. അതിൻ്റെ ബേസിസിലാണല്ലോ വി ആർ ഗിവിങ് പ്രമോഷൻ, ഓൾ ദാറ്റ്. സോ ദിസ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ വിത്ത് ദ സ്റ്റാൻഡേർഡ് ഇസ് ഡൺ ഇൻ ദിസ് സ്റ്റേജ്. ആൻഡ് ഡിസ്കസിങ് റിപ്പോർട്ട്സ് വിത്ത് ദ എംപ്ലോയീസ്. ദ അസസ്മെൻറ്റ് റിപ്പോർട്ട്സ് ആർ പീരിയോഡിക്കലി ഡിസ്കസ്ഡ് വിത്ത് ദ കൺസേൺ എംപ്ലോയീസ്. എംപ്ലോയീസിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. വീക്ക് പോയിൻറ്റ്സ് ഉണ്ടാവും, ഗുഡ് പോയിൻറ്റ്സ് ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ പിന്നെ അവരെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ്, അവരുടെ ഫ്യൂച്ചർ വർക്കിനെയും കൂടി അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഗുഡ് റിപ്പോർട്ട്സ് കൺവേ ചെയ്യുക ഈസിയാണ്, ബട്ട് ഇറ്റ് റിക്വയർസ് ക്വൈറ്റ് ടാക്ട്ഫുൾ നീഡ് ടു ഡിസ്കസ് ദ അഡ്വേഴ്സ് റിപ്പോർട്ട്സ്. അഡ്വേഴ്സ് റിപ്പോർട്ട്സ് എംപ്ലോയീസിനായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മോട്ടിവേഷണൽ സ്പിരിറ്റോട് കൂടിയിട്ടാവണം, അല്ലാതെ മോശമായതുകൊണ്ട് ഇന്ന റിസൾട്ട്സ് ആണെന്നല്ല പറയേണ്ടത്, അവരെ അത് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നോക്കണം. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. കറക്റ്റീവ് ആക്ഷൻ മസ്റ്റ് ബി ടേക്കൺ ഓൺലി ദെൻ ദിസ് വിൽ ബി യൂസ്ഫുൾ. Corrective action can be in the form of advices can be given, counseling can be given, warning can be given, and even additional training can be given. More refresher courses can be offered. Clear? Special assignments, coachings, everything can be given. So if the performance is not up to the standard, corrective actions need to be taken. So these are the 6 steps that is involved in the performance appraisal. Establishing standards, communicating the standards to the employees, measuring the actual performance, comparing actual with the standards, discussing reports with employees, and finally you are taking corrective actions. Clear?
So from tomorrow you will take the methods of performance appraisal. Okay, take care, bye bye.